AI ഒരു തരംഗമായി മാറിയിട്ട് കാലം കുറച്ചായി. എയിൽ വരുന്ന ഓരോ പുതിയ അപ്ഡേറ്റുകളും ഇരു കൈയും നീട്ടിയാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ലോകത്ത് ChatGPT 4o സ്റ്റുഡിയോ ജിബിലി ഇന്റർനെറ്റിൽ വലിയ തരംഗമായിരിക്കുകയാണ്. നിങ്ങളുടെ ഫോട്ടോയെ വിവിധ തീമുകളിലുള്ള AI ചിത്രങ്ങളാക്കി മാറ്റുന്ന ChatGPT 4o ടെക്നിക്കാണ് ആളുകളുടെ ശ്രദ്ധയാകർഷിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജാപ്പനീസ് ആനിമേഷൻ സ്റ്റുഡിയോയായ സ്റ്റുഡിയോ ജിബിലിയുടെ ആനിമേഷൻ ശൈലിയിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള സൗകര്യം ChatGPTയിൽ അവതരിപ്പിച്ചതിന് നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഫീച്ചർ ഉപയോഗിച്ച് ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്തത്. ഉപഭോക്താക്കൾ വൻതോതിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് പിന്നാലെ ഓപ്പൺ എഐയുടെ സെർവറുകളുടെ പ്രവർത്തനം വരെ മന്ദഗതിയിലായി. ChatGPTയിലെ ചിത്രങ്ങൾ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഏറെ ആനന്ദകരമാണ്. പക്ഷേ ഞങ്ങളുടെ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉരുകുകയാണ്. ഫീച്ചർ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ താൽക്കാലികമായി ചില റേറ്റ് ലിമിറ്റുകൾ കൊണ്ടുവരികയാണ്. സെർവർ സ്ലോ ആയതിനു പിന്നാലെ ഓപ്പൺ എഐ സിഇഒ ആൾട്ട്മാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത്തരത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായി നിങ്ങളുടെ ഗൂഗിൾ ID വഴി ഒരു ഓപ്പൺ എഐ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ഫ്രീ അക്കൗണ്ടായും രജിസ്റ്റർ ചെയ്യാം. എന്നാൽ ഈ സൗജന്യ ChatGPT വെർഷന് പെയ്ഡ് മോഡുമായി താരതമ്യം ചെയ്യുമ്പോൾ ചില പരിമിതികളുണ്ട്. ഫ്രീ വെർഷൻ ഉപയോഗിക്കുന്നവർക്ക് ദിവസേന 3 ചിത്രങ്ങൾ മാത്രമേ ജനറേറ്റ് ചെയ്യാൻ സാധിക്കൂ. ആദ്യം ChatGPT വെബ്സൈറ്റിൽ പ്രവേശിക്കുക. നിങ്ങളുടെ ഗൂഗിൾ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. അതോടെ ChatGPT ഇന്റർഫേസ് തെളിഞ്ഞു വരും. AI ശൈലിയിലുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ലളിതമായ ടെക്സ്റ്റ് പ്രോംപ്റ്റുകളും ഒപ്പം സ്റ്റുഡിയോ ജിബിലി എന്ന പദവും നൽകിയാൽ മാത്രം മതി. ഉദാഹരണത്തിന്, നിങ്ങൾ ഫ്രണ്ട്സുമൊത്ത് പാർക്കിലിരിക്കുന്ന ഫോട്ടോ തയ്യാറാക്കണമെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇൻ എ പാർക്ക് ജിബിലി സ്റ്റൈൽ എന്ന് പ്രോംപ്റ്റ് ചെയ്ത് നൽകിയാൽ മാത്രം മതി. അതുപോലെ നിങ്ങളുടെ പക്കലുള്ള ഒരു ഫോട്ടോ ജിബിലി സ്റ്റൈലിൽ റീജനറേറ്റ് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോ ChatGPTയിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം ചേഞ്ച് ദിസ് ഇമേജ് ഇൻ ടു സ്റ്റുഡിയോ ജിബിലി എന്ന രീതിയിലുള്ള പ്രോംപ്റ്റ് നൽകിയാൽ മതിയാകും. എന്നാൽ ഒരു ചിത്രം ജനറേറ്റ് ചെയ്തതിന് 5 തൊട്ട് 7 മിനിറ്റുകൾക്ക് ശേഷം മാത്രമേ അടുത്ത ചിത്രം ജനറേറ്റ് ചെയ്യാൻ സാധിക്കൂ. AI ശൈലിയിലുള്ള ചിത്രങ്ങൾ ChatGPTയുടെ പ്ലസ്, പ്രോ അല്ലെങ്കിൽ ടീംസ് പതിപ്പുകളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയൂ എന്ന കാര്യവും മറക്കരുത്. കാര്യം എന്തായാലും മോദിയും ട്രംപും എലോൺ മസ്കും മുതൽ ബാഹുബലിയും എമ്പുരാനും വരെ ജിബിലി സ്റ്റൈലിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത്.